സോ ഗൈസ്, ഞാൻ ഉപയോഗിക്കുന്ന മൈക്കാണിത്. ഇത് പുതിയ ഫ്രഷ് പീസാണ്. ജസ്റ്റ് നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ ഇങ്ങനെയാണ് മൈക്ക് വരുന്നത്. ക്വാളിറ്റി പാക്കേജിനകത്ത് ജസ്റ്റ് ഒരു ലൈറ്റ്നിങ് കണക്ട് ചെയ്യാനുള്ള കണക്ടർ, പിന്നെ ഒരു മാനുവൽ, യൂസർ മാനുവലുണ്ട്. ഇതൊക്കെ ആർക്കും വേണ്ടി എടുത്ത് ഒരു കള. ഇത് നമ്മുടെ എല്ലാമായ മൈക്ക്. ഓക്കെ, ജസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ നമുക്ക് റിസീവർ വരും. ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ട്രാൻസ്മിറ്ററും. ഓക്കെ, ഇത് മൈക്കാണ്. ഓക്കെ, ഞാനെല്ലാം കാണിച്ചു തരാം. അതിന് മുമ്പേ ഞാൻ ഇതിൻ്റെ ഇങ്ങനൊരു കാര്യം കാണിച്ചു. ഇത് കണ്ടോ ഒട്ടും ക്വാളിറ്റി ഇല്ല. കണ്ടോ, ഒരു മാതിരി എന്തോ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഫോണിൻ്റെ മൈക്കിൽ കൂടെയാണ്. ഓക്കെ നമ്മൾ ഇതെടുത്തു. ഇത് ഓണാക്കാൻ ജസ്റ്റ് അമക്കി പിടിക്കുക, ഓണായി. ഇതിപ്പോൾ നമ്മുടെ വോയിസ് ഐസൊലേഷൻ മോഡിൽ കിടക്കുവാണ്. ഇതിപ്പോൾ ഇത് ജസ്റ്റ് വൺ മോർ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നോർമൽ മോഡാണ്. ഇപ്പോൾ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ മ്യൂട്ടാവും. ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ അൺമ്യൂട്ടാവും. ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഒരു എക്കോ മോഡ് ഓണാവും. ഞാൻ നിങ്ങൾക്ക് എല്ലാം കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ വോയിസ് ഐസൊലേഷനൊക്കെ ഓണാക്കി നമ്മുടെ മൈക്കിലാണ് ഇപ്പോൾ റെക്കോർഡ് ആകുന്നത്. ഇപ്പോൾ വോയിസ് ഐസൊലേഷൻ ഓണാണ്. ജസ്റ്റ് വൺ മോർ ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോയിസ് ഐസൊലേഷൻ ഓഫ് ആവും. മേ ബി സൗണ്ട്സ് ഒക്കെ കേൾക്കും, പട്ടി വരയ്ക്കുന്നതൊക്കെ കേൾക്കുമായിരിക്കും. ഓക്കെ, നമുക്ക് പിന്നെ ഡബിൾ ടാപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് ഓക്കെ, ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് മ്യൂട്ടാക്കിയിട്ടാണ്. ഇപ്പം നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യാൻ നേരത്ത് ഹലോ ഗൈസ്, എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു മൈക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ലതായിരിക്കും. സോ നമുക്ക് വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇവിടെ ഒരു സംഭവമുണ്ട്, ഇത് കണ്ടോ? ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുത്തി ഇട്ടിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഇത് നമ്മുടെ ട്രാൻസ്മിറ്ററിൻ്റെ അല്ലെങ്കിൽ റിസീവറിൻ്റെ ബോട്ടം സൈഡിലായിട്ട് ഒരു കണക്ടറുണ്ട്. അവിടെ വേണമെങ്കിൽ കുത്തിയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം. നമുക്ക് സൈമിൾട്ടേനിയസ്ലി നമുക്ക് ഫോണും ചാർജ് ചെയ്യാൻ പറ്റും.